ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ബാംഗ്ലൂർ എത്തിയ ദിവസം ആണ് ഞാൻ കാണിക്കുന്നത്. ഞങ്ങളങ്ങനെ എത്തിയതിന് ശേഷം എല്ലാവരും ഫ്രഷായി പിന്നെ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങാൻ പോവുകയാണ്. നമ്മുടെ കാറിലല്ല പോകുന്നത്, ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്താണ് പോകുന്നത്. 2 ഊബറിലായിട്ടാണ് പോകുന്നത് കേട്ടോ. ഒരെണ്ണത്തിൽ ഞാനും ബാപ്പായും ഉമ്മായും ഇക്കായും, മറ്റേത് എൻ്റെ മക്കളും. ഈ കാറിനകത്ത് മക്കളും മറ്റേ ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി. ഞങ്ങളാണ് ഫസ്റ്റ് അവിടെ എത്തിയത്. അങ്ങനെ ഞങ്ങൾ ലാൽബാഗിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ടൈമായിട്ടും അവരെ കാണുന്നില്ല. അവർ ബ്ലോക്കിൽ പെട്ടോ എന്തോ റൂട്ട് തെറ്റിയോ എന്തോ സംഭവിച്ചു. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളൊരു കോളമൊക്കെ കുടിച്ച് അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റ് താന്ന് പോകുന്ന കണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത്. അങ്ങനെ ഉമ്മായും മോനോട് ഇങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുകയാണ്. അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അവർ ഇതുവരെ കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് ക്ഷീണിച്ച് ഞാനും ഉമ്മായും ബാപ്പായും കൂടെ ഒരു ചെയറിൽ പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ പോയി ഇരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട്. നല്ല തണലായിരുന്നു, നല്ല തണുപ്പുമായിരുന്നു. അങ്ങനെ പിന്നെ കുറേ നടന്നതിന് ശേഷം ഞാനും ഇക്കായും കൂടെ ഒരു ചെയറിൽ വന്ന് അവിടെ ഇരുന്നതിന് ശേഷം മക്കളൊക്കെ വന്നു. അവർ വേറെ വഴിക്കായിപ്പോയി. പിന്നെ ഞങ്ങൾ എല്ലാവരും ഓരോ ഐസ്ക്രീമും ചോക്കോബാറും ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയാണോ ജ്യൂസും ഒക്കെ മേടിച്ച് കുടിച്ച് എല്ലാവരോടും ഞങ്ങൾ ഇപ്പോഴാണ് ഒന്നിച്ച് കണ്ടത് കേട്ടോ. ഇത്രയും നേരം ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ ഫസ്റ്റ് ഗേറ്റും അവർ 4th ഗേറ്റിലും പോയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വിശ്രമിച്ചതിന് ശേഷം പിന്നെ ഈവനിങ്ങിലായി. ഇപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ മെട്രോ പോകുന്നത് കണ്ടു. ഇനി ഈ മെട്രോയിലാണ് ഞങ്ങൾ അടുത്ത യാത്ര തുടരുന്നത് കേട്ടോ. ഞങ്ങൾ നമ്മുടെ വണ്ടി കൊണ്ടുവന്നിട്ടില്ലായിരുന്നല്ലോ. അങ്ങനെ മെട്രോയ്ക്ക് കയറാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുക്കുകയാണ്. ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ എസ്കുലേറ്റർ വഴി മുകളിലോട്ട് പോകണം. ഉമ്മായ്ക്ക് എസ്കുലേറ്ററിൽ കയറാൻ പേടിയായത് കാരണം ഉമ്മ സ്റ്റെപ്പ് വഴിയാണ് കയറി പോകുന്നത്. അതിന് ഉമ്മായ്ക്ക് കൂട്ടക്കുമുണ്ട് കേട്ടോ. അപ്പോൾ മെട്രോ ദേ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മെട്രോ മൊത്തം ഓടിക്കുന്നത് ഗേൾസാണ് കേട്ടോ. ഫുള്ളും ഗേൾസാണ്. അങ്ങനെ മെട്രോ വന്ന് കയറി ഞങ്ങളെല്ലാവരും മെട്രോയിൽ കയറി. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എല്ലാവർക്കും മക്കൾക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസും റീൽസും ഒക്കെ കുറേ നേരം എടുത്തപ്പോഴത്തേക്കിന് തന്നെ ഭയങ്കര തിരക്കായി കേട്ടോ. എല്ലാവരും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ജോലിയുള്ളവരല്ല. എല്ലാവരും മെട്രോയിലാണ് പോകുന്നതും വരുന്നതും ഒക്കെ. അങ്ങനെ എത്തി ഞങ്ങളിവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേന് ക്ലോസ് ചെയ്തപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങി. ഇനിയും ഒരു മെട്രോയിലൂടെ കയറണം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ മക്കൾക്ക് ഭയങ്കര സന്തോഷമാണ് മെട്രോയിലൊക്കെ കയറി പോകാൻ. അപ്പോൾ അത് കാരണം അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് മെട്രോയിലും കയറി ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇരിക്കാൻ സീറ്റ് കിട്ടി. ആദ്യം ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ബാപ്പ മാത്രം നിൽക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് കേട്ടോ. ഉമ്മായിക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഞാനും ഉമ്മായും കുറച്ച് വീഡിയോസും റീൽസും ഒക്കെ എടുത്ത് ഞാൻ തകർക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാവരും പറഞ്ഞു നാളത്തെ യൂട്യൂബ് ചാനൽ ഉണ്ടാവും വീഡിയോ എന്ന് എന്നെ കളിയാക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ ലിഫ്റ്റ് വഴി ഇങ്ങനെ ഇറങ്ങി പോവുകയാണ് വെളിയിലോട്ട് ഇറങ്ങാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരിലെ മെയിൻ സിറ്റി പബ്ബ് സിറ്റിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാം ഒന്ന് കാണാൻ വേണ്ടിയാണ്. നമ്മളെല്ലാം ഒന്ന് ഉമ്മായും പപ്പായും ഒക്കെ ഒന്ന് എല്ലായിടും ഒന്ന് കാണിക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ മക്കളെയും കാണിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ എല്ലാം അവിടെയൊക്കെ നടന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വെളിയിലോട്ട് നോക്കി നിൽക്കാൻ തന്നെ നല്ലൊരു പ്രത്യേക രസമാണ്, വൈബാണ് കേട്ടോ. നല്ല ഭയങ്കര ലൈറ്റും വെട്ടവും ഒക്കെ ആയിട്ട് മക്കൾക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ്. ഞാനിങ്ങനെ കിച്ചുവിനെയൊക്കെ വിളിച്ച് എൻ്റെ അടുത്ത് നിർത്തി വീഡിയോ എടുക്കുകയാണ്. കിച്ചു എന്നെ കളിയാക്കുകയാണ്, ഉമ്മിക്ക് എപ്പോഴും വീഡിയോ ഉള്ളതെന്ന് പറഞ്ഞു. പിന്നെ ഉമ്മായിക്ക് ബാഗ് വേണമെന്ന് പറഞ്ഞു ഞങ്ങൾ ബാഗ് നോക്കാൻ വേണ്ടി അതിൻ്റെ തൊട്ടടുത്തൊരു ഷോപ്പിൽ കയറിയതാണ് കേട്ടോ. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ എല്ലാവരോടും അവിടുത്തെ ഒരു സ്റ്റെപ്പിൽ ഇരിക്കുകയാണ്. അവിടെ ഒരു ക്ലോത്ത് സെൻറ്ററാണ്. അതിൻ്റെ സ്റ്റെപ്പിൽ എല്ലാവരും മാറി ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ അവിടുത്തെ കുറച്ച് ഗ്ലാസ്സൊക്കെ വാങ്ങിച്ച് കണ്ണി വെക്കാം കേട്ടോ. പിന്നെ അതിനുശേഷം അക്കുവിന് പേരക്ക വേണം, അമ്മൂന് മാങ്ങ വേണം എന്നൊക്കെ പറഞ്ഞ് മേടിക്കുകയാണ്. പക്ഷേ ഇത് കഴിച്ചതോടെയാണ് എൻ്റെ പൊന്നു മക്കളെ എനിക്ക് പണി കിട്ടി. അതിന് ശേഷം പിന്നെ അക്കോട്ടൻ ഇങ്ങനെ സ്റ്റാച്ചു ആയിട്ട് ഒരാൾ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ അതിന് കൈയൊക്കെ കൊടുത്ത് ഇങ്ങനെ രസമായിരുന്നു. കുറേ നേരം കഥയൊക്കെ പറഞ്ഞ് പിന്നെ നല്ല ലൈറ്റും വെട്ടവും നല്ല എന്താ പൊന്നു മക്കളെ പ്രത്യേക ഒരു വൈബാണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. കാരണം അത്ര രസമാണ് ആ നൈറ്റ് വൈബ് കാണാൻ കേട്ടോ. ഒരു പ്രത്യേക രസമാണ് എൻ്റെ പൊന്നുമക്കളെ. അത് കണ്ട് തന്നെ അറിയണം കേട്ടോ. വീഡിയോയിലൂടെ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര ഒരു ക്ലാരിറ്റിയോ കണ്ടാലൊന്നും നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉള്ള ആ ഒരു ഫീലിങ്സ് വേറെ ഒന്ന് തന്നെയാണ് കേട്ടോ. പ്രത്യേക ഒരു വൈബാണ്. അത് ഞാൻ ഒരുപാട് ആസ്വദിച്ചു കേട്ടോ. നല്ല ഒരു രസമായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തു തിരിച്ചു പോകാൻ വേണ്ടി. അപ്പോൾ ഫസ്റ്റ് ഊബർ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മുടെ ഫ്രണ്ടും വൈഫും മക്കളും എല്ലാം അതിൽ പോയി. പിന്നെ ഞാനും ഉമ്മായും ബാപ്പായും ഇക്കായും കൂടെ നെക്സ്റ്റ് ഊബർ ബുക്ക് ചെയ്ത് ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. അതിനുവേണ്ടി വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഇരുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോഴേക്കും നമ്മുടെ ഊബർ ബുക്ക് ചെയ്തത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് കയറി ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അരമണിക്കൂറായിട്ടും കാണുന്നില്ലെന്ന് പറഞ്ഞ് ഇക്കയുടെ ഫ്രണ്ട് കോൾ ചെയ്യും. ഇതാണ് അവിടുത്തെ ഡിമാർട്ട് കേട്ടോ. ബാംഗ്ലൂരിലെ ഡിമാർട്ടാണ്. അങ്ങനെ കോൾ ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് ആ ഇക്കയുടെ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ അനൂപ് എന്ന് പറയുന്ന ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ടിൻ്റെ ഇതാണ് അനൂപിൻ്റെ ചേട്ടൻ
ഹസ്ബൻഡും വൈഫും ഈ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, ഇലക്ട്രോണിക് സിറ്റിയിൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് അവരുടെ വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. അത് കാരണം അവരുടെ വീട്ടിലോട്ട് വന്ന് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ ഈ ഭയങ്കര ഒരു ചമ്മലുണ്ട്, കാരണം എല്ലാവരും എടുക്കാൻ. അവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതിനുശേഷം ഞാൻ അവിടെ വെളിയിൽ പോയി നിന്ന് കുറച്ച് വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. നല്ല രസം, ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ക്യാമറയിൽ ഇങ്ങനെ പകർത്തിയെടുത്തു. പിന്നെ ഒരു പകലെടുക്കണം, അത് പകലും അതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാം കഴിച്ചിട്ട് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോഴേക്കും അനൂപ് പോയി അനൂപിൻ്റെ വണ്ടി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ വണ്ടി തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചങ്ങ് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ റെസിഡൻസിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ എത്തിയപ്പോഴേക്കും ഒരു ബെഡ്റൂം നമുക്ക് എക്സ്ട്രാ വേണമായിരുന്നു. അങ്ങനെ കിച്ചുവിന് കിടക്കാൻ സ്പേസ് ഇല്ല. അങ്ങനെ പറഞ്ഞതിന് ശേഷം അവിടുത്തെ സ്റ്റാഫ് നമുക്ക് ഒരു ബെഡും ഒരു കട്ടിലും എക്സ്ട്രാ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പേ ചെയ്താൽ മതി കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. ഇതുപോലെ അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു.